BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. നഗരത്തിലെയും സമീപങ്ങളിലെയും വെള്ളക്കെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ തീർക്കുന്നതിനിടെ വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച കോർപ്പറേഷൻ കൗൺസിൽ യോഗവും പ്രതിഷേധത്തിൽ മുങ്ങി. കൊച്ചിയിലെ വെള്ളക്കെട്ടിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം കൗൺസിൽ ഹാളിനകത്തും പുറത്തും അഴിച്ചുവിട്ടത്. പ്രതിഷേധത്തിനിടെ മേയർ M. അനിൽകുമാർ ഡയസിൽ നിന്ന് ഇറങ്ങിപ്പോയി. കൊച്ചി നഗരസഭ റൂം ഫോർ റിവർ എന്നെഴുതിയ വഞ്ചിയുടെ മാതൃക ഉയർത്തിപ്പിടിച്ചായിരുന്നു UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. മേയർക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളും കൗൺസിൽ ഹാളിൽ നിറഞ്ഞു. ഇതിനെ എതിർത്തും മേയറെ അനുകൂലിച്ചും ഭരണകക്ഷി അംഗങ്ങൾ രംഗത്തെത്തി. 5 ദിവസം മുൻപ് ചോദ്യങ്ങൾ നൽകിയിട്ടും മേയർ മറുപടി നൽകാതിരുന്നത് ഭരണപരാജയമാണെന്നും UDF കൗൺസിലർമാർ ആരോപിച്ചു. 80% വെള്ളക്കെട്ട് നിവാരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ ഈ വർഷം എത്ര തുക ചെലവാക്കിയെന്നും എത്ര പ്രവൃത്തികൾക്ക് എഞ്ചിനീയറിംഗ് വിഭാഗം കംപ്ലീഷൻ നൽകിയിട്ടുണ്ടെന്നും മേയർ മറുപടി പറയണം. വാർഡുകളിലെ ചെറിയ ഓടകൾ കോരാൻ 3 ലക്ഷം അനുവദിച്ചെന്നാണ് മേയർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇതിലെത്ര വർക്കുകൾ ടെൻഡർ ചെയ്തു എന്നും എത്രയെണ്ണം പൂർത്തീകരിച്ചെന്നും മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതിനെതിരെ മേയർ കണക്കുകളുമായി രംഗത്തെത്തി. കൊച്ചി നഗരത്തിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയാണ് പെയ്തതെന്നും എന്നാൽ പ്രതിപക്ഷം കക്ഷി രാഷ്ട്രീയം മുൻനിർത്തിയാണ് സംസാരിക്കുന്നതെന്നും മേയർ പറഞ്ഞു. ഇതിനു മുന്നിൽ കീഴടങ്ങില്ല. വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങൾ പെരുമാറ്റച്ചട്ട കാലാവധിക്ക് ശേഷം ഗൗരവമായി ചർച്ച ചെയ്യും. മുല്ലശ്ശേരി കനാലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതാണ് എറണാകുളം സൗത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്. പനമ്പള്ളി നഗറിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ തേവര പേരണ്ടൂർ കനാലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പുതുതായി എത്തുന്ന സിൽട്ട് പുഷർ ഉപയോഗിച്ച് ചെളി നീക്കുന്നതോടെ ഇതിന് പരിഹാരമാവും. നഗരത്തിലെ ഓടകളിൽ മാലിന്യം കൂടകളിലാക്കി തള്ളുന്നത് വർദ്ധിക്കുകയാണ്. ഇത് അനുവദിക്കാനാകില്ലെന്നും മേയർ കൂട്ടിച്ചേർത്തു. വെള്ളക്കെട്ട് നിവാരണ പ്രവർത്തനത്തിന്റെ പ്രധാന പ്രവൃത്തികൾക്ക് പോലും വർക്ക് ഓർഡർ നൽകിയിട്ടില്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയും പറയും. പ്രവർത്തിക്കാൻ പോലും വർക്ക് ഓർഡർ നൽകാത്തതാണ് മേയർ 80% വെള്ളക്കെട്ട് നിവാരണ പ്രവൃത്തികൾ തീർത്തുവെന്ന് പറയുന്നത്. ഇത് വസ്തുതാവിരുദ്ധമാണെന്നും വലിയ തോടുകളായ ഇടപ്പള്ളി തോട്, തേവര, പേരണ്ടൂർ കനാൽ തുടങ്ങിയ തോടുകളിൽ നിന്നും എപ്പോഴും ചളി നീക്കം ചെയ്തിട്ടില്ലെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ആലുവ പറവൂർ റൂട്ടിൽ ആലങ്ങാട് കോട്ടപ്പുറത്ത് ചുള്ളിപ്പറമ്പിൽ സൈഫി റഹ്മാന്റെ വീട്ടിൽ വൻ കവർച്ച. വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം മോഷ്ടിച്ചു. തിങ്കളാഴ്ച കുടുംബസമേതം യാത്ര പോയ സമയത്താണ് മോഷണം നടന്നത്. യാത്ര പോയത് അറിയാവുന്നവരാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ആലങ്ങാട് പോലീസ് സ്റ്റേഷന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് കവർച്ച. ചൊവ്വാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. അടുക്കള ഭാഗത്തെ 4 വാതിൽ തകർത്ത് അകത്ത് കയറിയ സംഘം 4 ലാപ്ടോപ്പ്, 17,000 രൂപ, 2 സ്മാർട്ട് വാച്ച്, വീഡിയോ ഗെയിം ഉപകരണങ്ങൾ എന്നിവയടക്കം മോഷ്ടിച്ചു. വിലപിടിപ്പുള്ള ഒഫീഷ്യൽ ടാറ്റകളും പഠന സാമഗ്രികളും ഉൾപ്പെടെ മുഴുവൻ ഡാറ്റകളും ലാപ്ടോപ്പിലുണ്ട്. ATM കാർഡ്, തിരിച്ചറിയൽ രേഖ അടങ്ങിയ പേഴ്സ്, ട്രാവൽ ബാഗ് എന്നിവയും നഷ്ടപ്പെട്ടു. മുറികളിലെ കബോർഡുകളും ഇരുമ്പ് അലമാരകളും തുറന്ന് സാധനങ്ങളും വസ്ത്രങ്ങളും വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഫ്രിഡ്ജ് തുറന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സ്വർണത്തിനായി അരിച്ചു പെറുക്കിയെങ്കിലും ലഭിച്ചില്ല. 2 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ CCTV ഓഫ്ലൈൻ കാണിച്ചപ്പോൾ വീട്ടുടമ അയൽവാസിയെ വിളിച്ച വിവരം അറിയിച്ചു. അയാൾ വീട് പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. CCTVയുടെ DVR-ഉം ഹാർഡ് ഡിസ്കും മോഷ്ടിച്ചതിനാൽ വീഡിയോ ക്ലിപ്പുകൾ കിട്ടിയിട്ടില്ല. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടില്ല. അതേസമയം കവർച്ചക്കാർ എത്തിയെന്ന് സംശയിക്കുന്ന ഇരുചക്ര വാഹനത്തിന്റെ നമ്പർ പ്രകാരം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ വ്യാജ നമ്പർ പതിച്ച വാഹനമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതേ നമ്പറിലുള്ള മറ്റൊരു വാഹനം പെരുമ്പാവൂരിലുള്ള ഒരു വീട്ടിൽ കണ്ടെത്തിയെങ്കിലും കവർച്ചയുമായി ബന്ധമില്ലെന്നും പോലീസ് പറഞ്ഞു. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും മോഷണം നടന്നയാളെ അങ്കമാലി പോലീസ് പിടികൂടി. ആലപ്പുഴ തുമ്പോളി ആഞ്ഞിലിപ്പറമ്പിൽ വീട്ടിൽ അഫ്സലിനെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 5-ന് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തിരുന്ന യാത്രക്കാരന്റെ 5,000 രൂപയും ആധാർ കാർഡും മറ്റു വിലപ്പെട്ട രേഖകളും കവർന്ന കേസിലാണ് അറസ്റ്റ്. പോലീസ് ചോദ്യം ചെയ്തതോടെ ഇയാൾ നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തെളിഞ്ഞു. പിടിയിലായാൽ പേരുകൾ തെറ്റിച്ചാണ് പറയാറുള്ളതെന്നും പോലീസ് പറഞ്ഞു. ഇൻസ്പെക്ടർ P. ലാൽകുമാർ, സീനിയർ CPOമാരായ അജിത തിലകൻ, അജിത് കുമാർ, ദിലീപ് കുമാർ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ശക്തമായ മഴയിൽ റോഡരികിലെ വൈദ്യുതി ലൈനിലേക്ക് മരം വീണ ഗതാഗത തടസ്സം. പടിഞ്ഞാറെ കടങ്ങല്ലൂർ പ്ലാവൻ ചുവട് ശനിയാഴ്ച പുലർച്ചെ 6-ഓടെയാണ് അപകടമുണ്ടായത്. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഏലൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയും KSEB അധികൃതരും എത്തി മരം മുറിച്ചുമാറ്റി. പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. വലിയ പ്ലാവ് 11 kV ഇലക്ട്രിക് ലൈനിലേക്കും റോഡിലേക്കും കടപുഴകി വീഴുകയായിരുന്നു. വൻ ശബ്ദത്തോടെയാണ് മരം വീണത്. അതേസമയം വാഹനങ്ങൾ റോഡിലില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. വൈദ്യുതി ബന്ധം രാവിലെ വിച്ഛേദിക്കപ്പെട്ടതിനാൽ ജനങ്ങൾ ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമായി
അപകടകരമായി ധാരാളം വലിയ വൃക്ഷങ്ങൾ നിൽക്കുന്നത് അടിയന്തരമായി നീക്കം ചെയ്ത് ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് VK ഷാനവാസ് അഭിപ്രായപ്പെട്ടു. മാരക മയക്കുമരുന്നായ MDMA സഹിതം ചെങ്ങളായി സ്വദേശികളായ 2 യുവാക്കളെ എറണാകുളം പനങ്ങാട് SIO S ശരിശങ്കറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ചെങ്ങളായി അരിമ്പ്രയിലെ പണികരകത്ത് വീട്ടിൽ P ഷിഫാസ്, ചെങ്ങളായി പരിപ്പായിലെ പൂവൻകുളത്തിൽ ഹൗസിൽ PK മുബിൻ എന്നിവരാണ് പിടിയിലായത്. മരട് നെട്ടൂരിൽ ഷിഹാസ് താമസിക്കുന്ന സഫയർ പ്ലാസയിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ടെന്ന സൂചനയെ തുടർന്നാണ് SIയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാത്രി 7:45 പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഫ്ളാറ്റിലെ മറ്റൊരു മുറിയിൽ നിന്ന് മുബിനെ കണ്ടെത്തി. തുടർന്ന് പോലീസ് സംഘം ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ മുറിയിലെ കട്ടിലിന്റെ അടിയിൽ കവറിൽ സൂക്ഷിച്ച ക്രിസ്റ്റൽ രൂപത്തിലുള്ള MDMA കണ്ടെടുക്കുകയായിരുന്നു. സംശയത്തെ തുടർന്ന് ഷിഹാസിന്റെയും മുബിന്റെയും ദേഹപരിശോധന നടത്തിയപ്പോൾ കൂടുതൽ MDMA കണ്ടെടുത്തു. ഷിഹാസ് ധരിച്ചിരുന്ന കറുത്ത നിറത്തിലുള്ള ഷോർട്സിന്റെ പോക്കറ്റിൽ നിന്നും മുബിനയുടെ നിക്കറിന്റെ പോക്കറ്റിൽ നിന്നുമാണ് MDMA കണ്ടെടുത്തത്. മൊത്തം 26.84 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. പള്ളുരുത്തി കണ്ണമാലി ഉൾപ്പെടെ വടക്കൻ ചെല്ലാനം മേഖലയിൽ രൂക്ഷമായ കടലാക്രമണം. കമ്പനിപ്പടി കണ്ണമാലി ചെറിയകടവ് ശ്രീരാമക്ഷേത്ര പരിസരം വാട്ടർ ടാങ്ക് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കടൽ കലിതുള്ളി തുടങ്ങിയത്. കടൽ ഭിത്തിക്ക് മുകളിലൂടെ ഉയർന്ന തിരമാലകൾ തീരത്തേക്കെത്തി. കടൽ ഭിത്തിയില്ലാത്ത പ്രദേശങ്ങളിലും ഭിത്തി ഇടിഞ്ഞ മേഖലയിലും തിരമാലകൾ തീരത്തേക്ക് തള്ളിക്കയറി. 100ഓളം വീടുകൾ വെള്ളം കയറി. വെള്ളം റോഡിലേക്കും കുത്തിയൊഴുകി. തീരത്ത് വെച്ചിരുന്ന കൊച്ചുവള്ളങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. ടെട്രോപോഡ് കടൽഭിത്തി സ്ഥാപിച്ച ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് വരെ തെക്കൻ ചെല്ലാനം പ്രദേശം ഏറെ ശാന്തമായിരുന്നു. എല്ലാ വർഷവും രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശമായിരുന്നു ഇത്. അതേസമയം പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള മേഖലയിൽ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറി. സൗദി, മനാശ്ശേരി, ചെറിയകടവ് സ്ഥലങ്ങളിൽ ശക്തമായ തിരയടി ഉണ്ടായിരുന്നു. മനാശ്ശേരി വഞ്ചിറക്കുന്ന ഗ്യാപ്പിലൂടെ വെള്ളം അടിച്ച് റോഡിലേക്ക് കയറി. ട്രൈപോഡ് നിർമ്മാണം ഈ കാലവർഷത്തിന് മുൻപ് തീർക്കുമെന്നും അധികാരികൾ ഉറപ്പു നൽകിയെങ്കിലും പദ്ധതി ഇഴയുകയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.